ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് തുടരുകയാണ്. 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. രാജസ്ഥാനിലെ 12 മണ്ഡലങ്ങളിലും മധ്യപ്രദേശിലെ 6 മണ്ഡലങ്ങളിലും അസമിലെ 5 മണ്ഡലങ്ങളിലും ബീഹാറിൽ 4 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുകയാണ്. ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങളിലും മാഹിയിലും വോട്ടെടുപ്പ് തുടരുകയാണ്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സുവി വിശ്വനാഥ് ചേരും. സുവി, ആദ്യ മണിക്കൂറിൽ വോട്ടിംഗ് എങ്ങനെയാണ്? ഒപ്പം തമിഴ്നാട്ടിലടക്കം പ്രമുഖ നേതാക്കളും താരങ്ങളും ഉൾപ്പെടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരൊക്കെയാണവർ? പാർവതി, രാജ്യം വിധിയെഴുത്ത് ആരംഭിച്ചിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സമാധാനപരമായിട്ടാണ് നിലവിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. 39 മണ്ഡലങ്ങളിൽ തമിഴ്നാട്ടിൽ ഒറ്റ ഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്ടിലും സമാധാനപരമായി തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. പ്രമുഖ താരങ്ങളും അതുപോലെ തന്നെ പ്രമുഖ നേതാക്കളും ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി സ്റ്റാലിൻ, അതുപോലെ അണ്ണാമലൈ, പി ചിദംബരം ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തമിളിസൈ സൗന്ദരരാജൻ, ഖുഷ്ബു, എടപ്പാടി പളനിസ്വാമി, പനീർസെൽവം, രജനീകാന്ത് ഉൾപ്പെടെയുള്ളവർ ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 39-ൽ 38 സീറ്റും ലഭിച്ചതിന്റെ ആത്മവിശ്വാസമാണ് DMK-ക്കുള്ളത്. പ്രധാനമായും നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ DMK-യും AADMK-യും BJP-യും വലിയ തോതിലുള്ള ഒരു പ്രചാരണമാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ത്രികോണ മത്സരം തന്നെയാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വലിയ പ്രതീക്ഷയിലാണ് ഉള്ളത്. കഴിഞ്ഞ തവണത്തെ 2019-ലെ പ്രകടനം ആവർത്തിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ DMK പുലർത്തുമ്പോൾ വലിയ പ്രചാരണം ദക്ഷിണേന്ത്യയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ, അതായത് തമിഴ്നാട്ടിൽ നിന്ന് ലഭിക്കുന്ന ഓരോ സീറ്റും ബോണസായി തന്നെ മാറ്റിയെടുക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് BJP വെച്ച് പുലർത്തുന്നത്. പ്രധാനമന്ത്രി പലതവണ അവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. അണ്ണാമലയുടെ ഒരു പദയാത്ര നടത്തിയിരുന്നു. അങ്ങനെ വലിയ തോതിലുള്ള ഒരു പ്രചാരണമാണ് BJP നടത്തിയിരുന്നത്. പ്രമുഖ ക്ഷേത്രങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ നിരവധി റാലികളും റോഡ് ഷോകളുമായി പ്രധാനമന്ത്രി അവിടെ എത്തുകയും ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിയും വലിയ പ്രതീക്ഷ തന്നെയാണ് തമിഴ്നാട്ടിൽ വെച്ചു പുലർത്തുന്നത്. കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ വലിയ തോതിലുള്ള സീറ്റ് ലഭിക്കും എന്നൊരു പ്രതീക്ഷ ഇന്ത്യ മുന്നണിയും വെച്ചു പുലർത്തുന്നു. AADMK-ക്കും ഇത്തവണത്തെ മത്സരം വളരെ നിർണായകമാണ് എന്ന് നമ്മൾ എടുത്തു പറയണം. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇവർ NDA മുന്നണി ഉപേക്ഷിച്ച ഒരു സാഹചര്യത്തിൽ AADMK എത്ര സീറ്റുകൾ നേടും എന്ന് നമുക്ക് നിലവിൽ പറയാൻ സാധിക്കില്ല. എങ്കിൽ കൂടിയും വലിയ ആവേശത്തിൽ തന്നെയാണ് AADMK-യും പ്രചാരണം നടത്തിയിരിക്കുന്നത്. ഏതായാലും പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് തുടരുകയാണ്. വിവരങ്ങൾ നൽകിയത് സുവി വിശ്വനാഥ്.